മഴയായി പെയ്യ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. സർവജ്ഞനും കർത്താവുമായ ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിലൂടെ സർവവും നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് അവിടത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നമ്മെ ഉദ്ബുദ്ധരാക്കുന്നു. എല്ലാവിധ ശിക്ഷണങ്ങളും ശാസ്ത്രങ്ങളും ലോകത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമുള്ള ശ്രദ്ധാപൂർവമായ പഠനങ്ങളുമെല്ലാം ദൈവാരാധനയിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. ആകയാൽ സത്യമായവ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അന്വേഷിക്കുവാനുമായി നിശ്ചയിക്കപ്പെട്ട ഈ വിദ്യാ കേന്ദ്രത്തിന്മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ശിക്ഷണ ദൗത്യം ഫലമേൽപ്പിക്കപ്പെട്ടവർ മനുഷ്യബുദ്ധിയുടെ കണ്ടുപിടുത്തങ്ങളെ സുവിശേഷ സത്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും അങ്ങനെ ഇവിടെ പഠിക്കുന്ന അധ്യേതാക്കൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നതിനും അവർക്ക് ലഭിച്ച വിശ്വാസത്തിനനുസരണമായ ജീവിതം നയിക്കുന്നതിനും വേണ്ട സഹായവും നമുക്കിപ്പോൾ യാചിക്കാം. മാത്രമല്ല, വിദ്യാഭ്യാസത്തിനു വേണ്ടി ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ ലോക ഗുരുവായ ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ അവരുടെ അധ്യാപകരിൽ ദർശിക്കുവാനും അങ്ങനെ ഭൗതികവും ദൈവികവുമായ അറിവിൽ അവർ സമ്പന്നരാകുവാനും ആ ജ്ഞാനസമ്പത്ത് മറ്റുള്ളവർക്ക് നൽകി അവരെയും സത്യത്തിൽ പ്രകാശിപ്പിക്കുവാനും ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം ആശീർവദിക്കുന്ന ഈ ഹാൾ ഈ വിദ്യാ സ്ഥാപനത്തിൻ്റെ വലിയൊരു മകുടമായി തീരുമാറാകട്ടെ. ഈ ഹാള് ഇന്ന് ആശീർവദിക്കുക വഴി ഈ കോളേജിൻ്റെ ഔന്നത്യം ഒന്നുകൂടി ഉയർന്ന് മറ്റുള്ളവരുടെ പ്രകാശിക്കുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അറിവിൻ്റെ ആരംഭം ദൈവമാകുന്നു. ആകയാൽ സത്യം അറിയുവാനും സത്യമായവ ശരിയായി ഗ്രഹിക്കുവാനും സത്യത്തിനും നീതിക്കും അനുസരണമായി ജീവിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായി കർത്താവിനോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കും. നമുക്കെല്ലാവർക്കും ഇന്ന് ചേർന്ന് പ്രാർത്ഥിക്കാനും സത്യസന്ധവും നീതിയുക്തവുമായ ഒരു ലോകത്തെ പടുത്തുയർത്തുവാനുമായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ വേണ്ട സന്മനസ്സും കഴിവും അറിവും ഈ കലാലയത്തിൽ പരിശീലനം തേടുന്ന എല്ലാവർക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ സ്വർഗീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തന്ന നല്ല പിതാവേ, സർവകലാശാല ജീവിതകാലത്ത് പ്രപഞ്ച രഹസ്യങ്ങളുടെ പഠനത്തിൽ വ്യാപൃതരാകുന്ന യുവജനങ്ങൾ പ്രപഞ്ചദാതാവിനെ വിസ്മരിച്ച് നിയന്ത്രണരഹിതരായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയാകാതിരിക്കുവാൻ അങ്ങയുടെ വചനങ്ങൾ എന്നെന്നും അവർക്ക് പാതവിളക്കും പാതയിൽ പ്രകാശവുമായി തീരാൻ കഴിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവജ്ഞനും സർവവ്യാപിയുമായ ദൈവമേ, ലോകത്തിന് പുതുജീവനും വെളിച്ചവും നൽകുന്ന സനാതന മൂല്യങ്ങൾക്ക് ആധാരമായ സുവിശേഷ സത്യങ്ങളെക്കുറിച്ച് പഠിച്ചും ആഴമായി ചിന്തിച്ചും ധ്യാനിച്ചും വിവേകികളായി നിസ്വാർത്ഥമായ സഹോദര സ്നേഹത്തിന് തയ്യാറുള്ള അനേകം സത്യാന്വേഷികളെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ ഈ കലാലയത്തിലെ കാര്യപരിപാടികളും അതിൻ്റെ നടത്തിപ്പും ഉപകരിക്കുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, ഈ കലാലയത്തിൽ വിദ്യ തേടുന്ന എല്ലാവരും അച്ചടക്കത്തിലും പ്രാർത്ഥനാരൂപിയിലും വളർന്ന് യഥാർത്ഥ ജ്ഞാനത്തെ പൊന്നിനെയും വെള്ളിയെയും കാൽ വിലമതിക്കുന്ന പക്വമതികളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതരെ, നമുക്ക് ഇപ്പോൾ ഈ ഹോള് ആശീർവദിക്കുന്ന കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് സർവശക്തനായ ദൈവത്തോട് ഈ ഹോളിനെയും ഈ കലാലയത്തെയും സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഈ കലാലയത്തെയും ഇന്ന് നാം ആശീർവദിക്കുന്ന ഈ ഹോളിനെയും
അവിടുത്തെ കൃപയാൽ നിറയ്ക്കുവാൻ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. യുവജന ശിക്ഷണത്തിനും വിജ്ഞാന പോഷണത്തിനും ശാസ്ത്ര പുരോഗതിക്കുമായി ഈ വിദ്യാസദനത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ വിദ്യാലയത്തിലെ, ഈ കലാലയത്തിലെ അധ്യാപകരും അധ്യേതാക്കളും ദിവ്യജ്ഞാനത്താൽ ഉദ്ബുദ്ധരായി ക്രിസ്തീയ ജീവിത മാർഗം പിന്തുടരുന്നതിനും ദിവ്യ ഗുരുവായ ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻചെല്ലുന്നതിനും അനുഗ്രഹമരുളണമേ. ഈ ഹാളിനെ ഞങ്ങൾ ഇന്ന് ആശീർവദിക്കുമ്പോൾ അവിടുത്തെ കൃപയും സാന്നിധ്യവും ഇതിൽ ഉണ്ടാകുവാനും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും അവിടുത്തെ തിരുഹിതത്തിന് ഉതകുന്നതായി തീരുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
നന്ദി ആൻഡോജി. ഓഡിറ്റോറിയം ഉദ്ഘാടനത്തിന്റെ സന്തോഷത്തിലും അഭിമാനത്തിലും പങ്കുചേരാൻ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികളെയും അഭ്യുദയകാംക്ഷികളെയും സമ്മേളനത്തിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിന് ബഹുമാന്യനായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി.വൈ. ദാസപ്പൻ SJയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യ ക്രിസ്തുദാസ് പിതാവേ, പ്രൊവിൻഷ്യൽ ഫാദർ E.P. മാത്യു, മോൺസിഞ്ഞോർ C. ജോസഫ് അവർ, കോളേജ് മാനേജർ ഫാദർ പയസ് വാച്ചാപറമ്പിൽ, ഗോൾഡൻ ജൂബിലി കൺവീനറും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ജേക്കബ് കുന്നൂസ് സർ, സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശമേറ്റ ഈ തുമ്പ കടലോര ദേശത്ത് ആ വിശുദ്ധൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ കോളേജിൻ്റെ ജൂബിലി മന്ദിരം പ്രൗഢഗംഭീരമായി ഉയർന്നു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി 1541 ഏപ്രിൽ 7-ാം തീയതി പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് 1542 മെയ് 6-ാം തീയതി ഗോവ കടൽ തീരത്ത് എത്തിച്ചേർന്ന ഫ്രാൻസിസ് സേവ്യർ എന്തുകൊണ്ടാണ് മറ്റ് മിഷണറിമാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്? ഫ്രാൻസിസ് സേവ്യർ ഇവിടെ ഇന്ത്യയിൽ എത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ നിരവധി മിഷണറിമാർ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലുമൊക്കെ വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഫ്രാൻസിസ് സേവ്യറിനെ വ്യത്യസ്തനാക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഗോവയുടെ തീരത്ത് എത്തിച്ചേർന്ന അദ്ദേഹം മറ്റ് മിഷണറിമാരെ പോലെ മുകളിലേക്കും മലയിലേക്കുമല്ല പോയത്, മറിച്ച് അദ്ദേഹം കടലിൻ്റെ ഓരത്തോട് ചേർന്ന് നടന്നു. തുടർന്ന് ഗോവയിൽ നിന്ന് കൊച്ചിയിൽ എത്തിയ ശേഷവും അദ്ദേഹം കടലിൻ്റെ തീരത്തുകൂടി തന്നെ നടന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഏതാണ്ട് എല്ലാവരും തന്നെ മുക്കുവരായിരുന്നു. അതേ മുക്കുവ പാരമ്പര്യത്തിലുള്ള ഇവിടുത്തെ ജനങ്ങൾ ശോചനീയമായ ചെറ്റക്കുടിലുകളിലും കടലുമായും മല്ലടിച്ച് ജീവിക്കുന്നത് കണ്ടപ്പോൾ ഇവരുടെ ഇടയിൽ ക്രിസ്തു സന്ദേശം എത്തിക്കുകയാണ് തൻ്റെ ദൗത്യമെന്ന് ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഫ്രാൻസിസ് സേവ്യർ നമ്മുടെ ഈ മുക്കുവ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് മുക്കുവരുടെ ചെറ്റക്കുടലുകളിൽ അന്തിയുറങ്ങിയും ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് നടന്നു നീങ്ങി. ഓരോ പള്ളിയും എന്നതിലുപരിയായി പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ പൂർവികരുടെ ആ ഗുരുവര്യൻ കടന്നുപോയി. നമ്മളതിൽ അഭിമാനിക്കുന്നു. 1964 ആരംഭിച്ച ഈ കോളേജ് 2014 ഒരു വർഷം നീണ്ടുനിന്ന അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കവേ 2014 ഡിസംബർ 30-ാം തീയതി അന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ഭാഗ്യസ്മരണീയനായ മുൻ മന്ത്രി ശ്രീ K.M. മാണിയുടെ സാന്നിധ്യത്തിൽ നടന്ന അതിമനോഹരമായ ചടങ്ങിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിമന്യ സൂസപ്പാക്യം തിരുമേനി ഈ ജൂബിലി മന്ദിരമായ ഫാദർ ഐക്കര മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൻ്റെ ശില ആശീർവദിച്ച് അനുഗ്രഹിച്ചു. ശില ആശീർവദിക്കുന്ന സമയത്ത് കോളേജ് മാനേജർ ഫാദർ ബെന്നി ചിറമേൽ SC ആയിരുന്നു. 2015 മെയ് 15-ന് പുതിയ മാനേജറായി ഫാദർ പയസ് വാച്ചാപറമ്പിൽ ചുമതലയേറ്റു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശില പാകി. കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ഉയർന്നു.
അങ്ങനെ ഇതിൻ്റെ പണി പൂർത്തിയാക്കും. എങ്ങനെ ഇതിൻ്റെ പണി പൂർത്തിയാക്കുമെന്നതിൽ പലർക്കും ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ കോളേജ് മാനേജർ ഫാദർ പയസ് പാച്ചാപറമ്പിൽ പോലും എങ്ങനെ ഇത്രക്ക് പണം സ്വരൂപിക്കും എന്ന ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ അദ്ദേഹം മറ്റൊരു ജസ്റ്റിസുമായി ചേർന്ന് കോളേജിന്റെ വടക്കിഴക്കെ മൂലയിലെ കുറച്ച് സ്ഥലം പോലും വിട്ടാലോ ഇതിനാവശ്യമായ പണം സ്വരൂപിക്കാനായി എന്ന് പോലും വിചാരിച്ചു. ഞാനതിന് സമ്മതിച്ചില്ല. തന്നെയുമല്ല, ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ കോളേജിന്റെ സ്വന്തം ആൾക്കാരാണ് ഈ നാട്ടിലുള്ള എല്ലാവരും. അവർ വളരെ ജനറസ് ആണ്. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയും സൂസപാക്യൻ തിരുമേനിയും മറ്റ് വിശിഷ്ടാതിഥികളുള്ള ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സണ്ണിയച്ചനാണ് അന്ന് പ്രിൻസിപ്പൽ. ഓഡിറ്റോറിയം ഫണ്ടിന്റെ പിരിവ് ഔദ്യോഗികമായി തുടങ്ങുന്നതിന്റെ പ്രതീകമായി ചിലരുടെ ടോക്കൺ സംഭാവനകൾ ആ വേദിയിൽ സ്വീകരിച്ചപ്പോൾ പേരോ ഊരോ ഒന്നും പറയാതെ കോളേജിന്റെ ഒരു അഭ്യുദയകാംക്ഷി എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ പോലും വരാതെ മറ്റൊരാൾ വഴി 5 ലക്ഷം രൂപ ഒരു തുടക്കമെന്നോണം നൽകിയ ശ്രീ റൂബൻസിനെ പോലുള്ള നിരവധി പേരുള്ള നാടാണിത് ഈ കടലോരം. ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റായി പോയി പറഞ്ഞു. ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് പണിയുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മണലെടുത്ത് വിറ്റ സമയത്ത് പ്രാദേശികമായി നിരവധി എതിർപ്പുകൾ ഉണ്ടായപ്പോൾ അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛനും പ്രിൻസിപ്പൽ സണ്ണിയച്ചനും എന്നോട് ഈ പ്രശ്നം പരിഹരിക്കണം, കാരണം ഈ മണൽ വിറ്റ് ലഭിക്കുന്ന പണം പൂർണ്ണമായി സുതാര്യമായി സൂക്ഷിച്ച് ആ ഓഡിറ്റോറിയം പണിയാൻ ഉപയോഗിക്കുമെന്ന്. അതേ തുടർന്ന് അതിരൂപത വളരെ വിശാല മനസ്സോടെ നമ്മെ സഹായിച്ചതും സൂസപാക്യൻ തിരുമേനിയുടെ ആവശ്യപ്രകാരം മോൺസിഞ്ഞോർ ഇ വിൽഫ്രഡ് ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹം നമ്മുടെ ഫൊറോനയിലെ മുഴുവൻ വൈദികരുടെയും ആത്മായ നേതാക്കളുടെയും യോഗം നമ്മുടെ തുമ്പ ഇടവകയിൽ വിളിച്ചുകൂട്ടുകയും തൽഫലമായി പിന്നീട് എല്ലാവരുടെയും സഹകരണത്തോടെ അകവഴിഞ്ഞ സഹകരണത്തോടെ നിയമപരമായി അനുവദനീയമായ മണലെടുത്ത് വിൽക്കുകയും പൈസ സ്വരൂപിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാ നേതൃത്വവും നമ്മുടെ പുതുക്കുറിച്ച് ഫൊറോന വൈദികരും പ്രിയപ്പെട്ട നാട്ടുകാരും സ്നേഹിതരും സമുദായ നേതാക്കളും ഈ സംരംഭത്തോട് കാണിച്ച അകമഴിഞ്ഞ സഹകരണത്തിനും പിന്തുണയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വിധം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ചേർന്നാണ് ഈ മനോഹരമായ ജൂബിലി മന്ദിരം കെട്ടിയെടുത്തത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ അധ്യാപകര്, അനധ്യാപകര്, വിരമിച്ച അധ്യാപകര്, അനധ്യാപകര്, പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എല്ലാവരും എത്രയ്ക്ക് അകമഴിഞ്ഞാണ് സംഭാവന നൽകിയത്. നിരവധി ലക്ഷങ്ങൾ നൽകിയ അധ്യാപക, അനധ്യാപകർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, എന്നാൽ സാമ്പത്തികമായി ഏറെ ക്ലേശം അനുഭവിക്കുന്ന പാവങ്ങളായിട്ടുള്ളവർ പോലും എത്രയോ പേർ പൈസ വാരിക്കോരി തന്നു. ബൈബിളിൽ പറയുന്നത് പോലെ വിധവയുടെ കൊച്ചു കാശുകൾ കൂട്ടിവെച്ച് ഉള്ളത് മുഴുവൻ തന്ന വിശാല ഹൃദയം. നിങ്ങളെ നോക്കി നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ തീർച്ചയായും വിളിച്ചു പറയുന്നുണ്ട്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. നിങ്ങൾ കണ്ടു കാണും, ഈ കോമ്പൗണ്ടിന്റെ കിഴക്കേ ഗേറ്റിനടുത്ത് സേവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പാരലൽ കോളേജിന്റെ ഭാഗമായി മറ്റൊരു കെട്ടിടം പൊന്തി വരുന്നത്. അതും പയസച്ചൻ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. പക്ഷേ നമുക്ക് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ചില അക്കാദമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കൂടി അത്യാവശ്യമാണ്. ഇത് തീർച്ചയായിട്ടും UGCക്ക് വളരെയധികം തൃപ്തിപ്പെടുത്തുന്ന വലിയ ഒരു സ്ഥാപനമായി നാം ഉയർത്തിയെടുത്തതിൽ ഏറെ അഭിമാനിക്കുന്നു. എന്നാൽ വളരെ അത്യാവശ്യമുള്ള മറ്റു കാര്യങ്ങൾ, ഈ വർഷം നമുക്ക് പുതുതായി കിട്ടിയ കോഴ്സാണ് BA ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ്. ക്ലാസ് മുറികളുടെ ദൗർലഭ്യം നിമിത്തം ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നടത്തുന്നത് ക്യാൻറ്റീൻ്റെ മുകളിൽ വെച്ചാണ്.
പരീക്ഷകളുള്ളപ്പോഴൊക്കെ ഹിന്ദി, ലാറ്റിൻ, ഇംഗ്ലീഷ് ഈ വിഷയ ക്ലാസ്സുകളെല്ലാം ചിലപ്പോൾ മരച്ചുവട്ടിൽ, അല്ലെങ്കിൽ കോളേജ് വരാന്തയിൽ, അല്ലെങ്കിൽ ക്യാമ്പസിലെ റോഡിലൊക്കെ വെച്ചാണ് നടത്തുന്നത്. നമുക്ക് ഇവിടെയൊക്കെ സൗകര്യങ്ങൾ വേണ്ടതാണ്. തുടർച്ചയായി ബി ഗ്രേഡ് മാത്രം കിട്ടിയിരുന്ന കോളേജിന്റെ അക്കാദമിക് നിലവാരത്തിലുണ്ടായ സ്ഥായിയായ മാറ്റത്തിന് നമുക്ക് ലഭിച്ച ദേശീയ അംഗീകാരമാണ് നാക് അക്രഡിറ്റേഷന്റെ 3.22 എന്ന ഗ്രേഡ് പോയിന്റോട് കൂടിയ എ ഗ്രേഡ്. ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നമ്മുടേതിനേക്കാൾ നിരവധി കൂടുതൽ കോഴ്സുകളുള്ള കൊല്ലം ഫാത്തിമ കോളേജ്, ഓൾ സയൻസ് കോളേജ്, ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജ്, ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് എന്നിവയൊക്കെ ഗ്രേഡ് പോയിന്റിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ പിന്നിലാണെന്ന് നാം മനസ്സിലാക്കണം. നാക് അക്രഡിറ്റേഷന്റെ സമയത്ത് നമ്മുടെ കോളേജിലുണ്ടായിരുന്ന കോഴ്സുകളുടെ എണ്ണം 8 UG കോഴ്സുകളും 2 PG കോഴ്സുകളുമാണ്. ഒരൊറ്റ റിസർച്ച് സെന്റർ പോലും നമുക്കില്ല. എന്നിട്ട് പോലും A+നോട് ചേർന്ന് നിൽക്കുന്ന 3.22 ആണ് നമ്മുടെ ഗ്രേഡ് പോയിന്റ്. 18 UG കോഴ്സും 20 PG കോഴ്സും നിരവധി റിസർച്ച് പ്രോഗ്രാമുകളുമുള്ള യൂണിവേഴ്സിറ്റി കോളേജും 13 UG കോഴ്സും 10 PG കോഴ്സും 7 റിസർച്ച് പ്രോഗ്രാമുകളുമുള്ള MG കോളേജും നമ്മുടേതിനേക്കാൾ എത്രയോ പിന്നിലാണ് നാക് ഗ്രേഡ് പോയിന്റിന്റെ കാര്യത്തിൽ എന്ന് നാം അറിയണം. അപ്പോൾ ക്വാളിറ്റി അഥവാ മികവ് എന്നതിന് ഷോർട്ട് കട്ടുകളില്ല. അതിന് കഠിനാധ്വാനവും കമ്മിറ്റ്മെന്റും ആവശ്യമാണ്. അതിനടിസ്ഥാനം ഒരു ലോങ് ടേം വിഷനാണ്. അത്തരം വിഷൻ ഉള്ളത് കൊണ്ടാണ് ഇതര ജസ്യൂട്ട് സ്ഥാപനങ്ങളായ കൽക്കട്ട സെന്റ് സേവിയേഴ്സ്, ബാംഗ്ലൂർ സെന്റ് ജോസഫ്സ്, ചെന്നൈ ലൊയോള, ബോംബെ സെന്റ് സേവിയേഴ്സ്, XLRI ജാംഷഡ്പൂർ, ട്രിച്ചി സെന്റ് ജോസഫ് തുടങ്ങിയ മികവിന്റെ കേന്ദ്രങ്ങൾ വേറിട്ട് നിൽക്കുന്നത്. നമുക്ക് അത്തരത്തിലുള്ള ഒരു വിഷൻ ഉണ്ടോ? എന്തായാലും 2019 തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് അത്തരം ഒരു വിഷന് രൂപം കൊടുത്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കി സുവർണ ജൂബിലി നിറവിൽ നിൽക്കുമ്പോൾ അടുത്ത 50 വർഷം കൊണ്ട് ഈ കോളേജ്, ഈ ക്യാമ്പസ് എന്തായിത്തീരണം, അതാണ് ഈ കോളേജിന്റെ ഈ മാസ്റ്റർ പ്ലാൻ. ഇത് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ജേക്കബ് പുന്നൂർ സാർ ഉൾപ്പെടെയുള്ള വലിയൊരു വിദഗ്ധ സമിതിയാൽ നമ്മൾ തയ്യാറാക്കിയതാണ്. അടുത്ത 5 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതിയാണ് നാക് എ ഗ്രേഡ് നേടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറക്കിയത്. അടുത്ത 5 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി. കോളേജ് വെറും ഒരു ഓട്ടോണമസ് കോളേജ് ആയി മാത്രമല്ല മാറേണ്ടത്, മറിച്ച് അന്തർദേശീയ നിലവാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയായി ഈ ക്യാമ്പസ് മാറുക. അതൊരു സ്വപ്നമാണ്. ഒരു ജസ്യൂട്ട് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഏജൻസിക്ക് സാധ്യമാകുന്ന സ്വപ്നം. നമ്മൾ സ്വയം വിലയിരുത്തണം, സ്വയം വിമർശിക്കണം. ആലപ്പുഴയിലെ അത്തിങ്കൽ തീരദേശത്തു നിന്നുള്ള അതിസമർത്ഥനും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പഠനശേഷം ജാംഷഡ്പൂരിലെ XLRI പഠിപ്പിക്കുകയും ചെയ്തിരുന്ന കേരള പ്രോവിൻസിന്റെ ജസ്യൂട്ട് വൈദികൻ ഫാദർ ഡൊമിനിക് ജോർജ് കലാശാലയെ ഉയർത്തുവാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ആവശ്യമായ കഠിനാധ്വാനം നടത്തുവാനും ഹൃദയവിശാലത കാണിക്കുവാനും തയ്യാറാണെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കാരണം ഇനിയും അങ്ങനെ ഒരു പ്രതിജ്ഞയെടുത്ത് നമ്മൾ അക്കാദമികമായി മുന്നോട്ട് കുതിക്കുന്നില്ലെങ്കിൽ വരും തലമുറ നമുക്ക് മാപ്പ് തരികയില്ല, തീർച്ച. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയും എന്ന് ഞാൻ കരുതുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ സ്വയംഭരണ സ്ഥാപനമായി മാറുന്നില്ലെങ്കിൽ 2030 കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ S. കെവിൻ, നമ്മുടെ മുൻ പ്രോ വൈസ് ചാൻസലർ, ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ കോളേജൊക്കെ അടച്ചു പൂട്ടി എന്നിട്ട് വല്ല സൂപ്പർ മാർക്കറ്റോ വല്ലതുമായി മാറേണ്ടി വരും. പുതിയ വിദ്യാഭ്യാസ നയം അത്തരത്തിലുള്ള വലിയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഉയർന്ന് സ്വയം പര്യാപ്തമായി മാറുന്നില്ലായിരുന്നു. അതുകൊണ്ട് വൈകിയാൽ പണി പാടും.
നമ്മുടെ കോളേജ് അതിൻ്റെ അക്കാദമിക നിലവാരം ഉയർത്തി എ ഗ്രേഡ് നേടുക വഴി ഓട്ടോണമി പദവിക്ക് നമ്മൾ നിയമപരമായി യോഗ്യരായി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓട്ടോണമിക്ക് വേണ്ടിയുള്ള UGCയുടെ ഇൻസ്പെക്ഷൻ ടീം ഇവിടെ വന്നാൽ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമായതിനാൽ നമ്മൾ പരാജയപ്പെടും. കാരണം ഓട്ടോണമിക്ക് ആവശ്യം വേണ്ടുന്ന ഒരു പരീക്ഷാ കേന്ദ്രം പോലും നമുക്കിന്നിവിടെയില്ല. ഒരു തസ്തിക എന്നോണം നാമമാത്രമായുള്ള ഒരു ബർസാറല്ല, കാര്യപ്രാപ്തിയുള്ള ഒരു ജസ്യൂട്ട് ബർസാറാണ് ഓട്ടോണമി സംവിധാനത്തിന് ആവശ്യം. അതിനാൽ കോളേജിൻ്റെ അക്കാദമിക മുന്നേറ്റത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ നമ്മൾ പ്രത്യേക ശ്രദ്ധാലുക്കളാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് എൻ്റെ ഔദ്യോഗിക കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ ജൂബിലി സ്മാരകമായ ഓഡിറ്റോറിയം ആശീർവദിച്ച് കോളേജിനും കോളേജിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമായി സമർപ്പിച്ചത് നമ്മുടെ അതിരൂപതയുടെ സഹായമെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ ആണ്. ആർച്ച് ബിഷപ്പ് സൂസപ്പാപ്പൻ തിരുമേനി ആരോഗ്യ കാരണങ്ങളാൽ ഉത്തരവാദിത്വം ഏതാണ്ട് പൂർണ്ണമായും ക്രിസ്തുദാസ് പിതാവിന് ചുമതലയേൽപ്പിച്ച് വിശ്രമ ജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാരിച്ച ഔദ്യോഗിക തിരക്കുകളുടെ മധ്യയാണ് പിതാവ് ഈ ഓഡിറ്റോറിയത്തെയും നമ്മെയും അനുഗ്രഹിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നത്. എന്നും സെന്റ് സേവിയേഴ്സിന്റെ വളർച്ചയ്ക്കായി ആഗ്രഹിക്കുകയും അതിനായി നമ്മെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്തുദാസ് പിതാവിന് ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം പറയുന്നു. ഇന്ന് ഈ ചടങ്ങിൽ നമ്മുടെ പ്രത്യേക അതിഥിയായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഈശോസഭയുടെ കേരളത്തിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ EP മാത്യു SJ ആണ്. അഥവാ ലോജിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി പരിചയപ്പെട്ടും മനസ്സിലാക്കിയും വരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഈശോസഭ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉയർച്ചയിലേക്ക് സഞ്ചരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം പറയുന്നു. നമ്മുടെ അതിരൂപതയുടെ വികാരി ജനറൽ ഏറ്റവും ആദരണീയനായ മോൺസിഞ്ഞോർ C. ജോസഫിന്റെ സാന്നിധ്യം ഇന്ന് ഈ വേദിക്ക് ഏറെ അനുഗ്രഹമാണ്. അതിരൂപതയുടെ വളരെ ഗൗരവമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന തിരക്കിനിടയിലും അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് നമ്മോടുള്ള പ്രത്യേക സ്നേഹവും കരുതലും കൊണ്ടാണ്. ഏതൊരവസരത്തിലും നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ ഏറെ വിശാല ഹൃദയത്തോടെയാണ് അദ്ദേഹം എപ്പോഴും നമ്മളെ സഹായിക്കുന്നത്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഒരു ലത്തീൻ ഭാഷാ പണ്ഡിതനെന്ന നിലയിൽ യൂണിവേഴ്സിറ്റി സംബന്ധമായ കാര്യങ്ങളിൽ എപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയും കൂടിയാണ് മോൺസിഞ്ഞോർ C. ജോസഫ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കോളേജ് മാനേജരായ ഫാദർ പയസ് വാച്ചാവർഗിലാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ മേൽനോട്ടവും വഹിച്ചിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം ഏറെ താല്പര്യമെടുത്തത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. കെട്ടിടങ്ങൾ കെട്ടിയെടുക്കുവാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. കോഴിക്കോട് അദ്ദേഹം ഇതിനു മുമ്പ് ഒരു സ്കൂൾ കെട്ടിടം കെട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ ക്യാമ്പസിലുള്ള സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയൊരു കെട്ടിടം അദ്ദേഹം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഭിനന്ദനാർഹമാം വിധം ഈ ഓഡിറ്റോറിയത്തിന്റെ പണി പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട ഫാദർ പയസ് വാച്ചാപറമ്പലിനെ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം നൽകുന്നു. സുവർണ ജൂബിലി കമ്മിറ്റിയുടെ സംഘാടകൻ എന്ന സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഈ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന മുൻ DGPയും നമ്മുടെ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ജേക്കബ് പുന്നൂസ്, ഈ കോളേജിൽ പഠിച്ചിരുന്ന ഫാദർ ഐക്കര ഈ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന കാലത്താണ്. ആ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന ജേക്കബ് പുന്നൂസ് സാർ ഉൾപ്പെടെയുള്ള കുറേ പേർ ആഗ്രഹിക്കുമായിരുന്നു ഈ ജൂബിലി ഓഡിറ്റോറിയം ഐക്കര അച്ഛൻ്റെ നാമത്തിലായിരിക്കണമെന്ന്. ആ ആഗ്രഹം ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ജേക്കബ് പുന്നൂസ് സാർ കോളേജിന്റെ പൊതുവായ ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഒരു നല്ല പൂർവ്വ വിദ്യാർത്ഥിയാണ്. നാക് അക്രഡിറ്റേഷൻ ഉൾപ്പെടെയുള്ള കോളേജിന്റെ നിരവധി കാര്യങ്ങളുമായി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുള്ളത് സ്നേഹപൂർവ്വം ഓർക്കുന്നു. അദ്ദേഹവും ഡോക്ടർ അലക്സാണ്ടർ ജേക്കബും മറ്റു ഉന്നതരായ നമ്മുടെ പല പൂർവ്വ വിദ്യാർത്ഥികളും എപ്പോഴും കോളേജിന്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ശ്രീ ജേക്കബ് പുന്നൂസിനെ
ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ സ്റ്റേക്ക് ഹോൾഡർ അവിടുത്തെ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അനധ്യാപകരുമാണ്. വിദ്യാർത്ഥികളില്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനമില്ല. അതിനാൽ തന്നെ സെന്റ് സേവിയേഴ്സ് കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് ഇവരുടെ എല്ലാം പ്രതിനിധിയായ കോളേജിൻ്റെ PTA പ്രസിഡന്റ്. അദ്ദേഹത്തെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നമ്മൾ ക്ഷണിച്ചിരുന്നുവെങ്കിലും എളിമ കൊണ്ട് അദ്ദേഹം താഴ്ത്ത തന്നെയുണ്ട്. അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ ഓഡിറ്റോറിയത്തിൻ്റെ എഞ്ചിനീയർ നമ്മുടെ കോളേജിൻ്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായ ശ്രീ സന്തോഷ് പോളാണ്. ഓഡിറ്റോറിയം എന്ന ആശയം രൂപപ്പെടുന്ന കാലം മുതൽ ആദ്യന്തം ഏറെ ആത്മാർത്ഥതയോടെയും അർപ്പണ മനോഭാവത്തോടെയെന്ന് മാത്രമല്ല സ്വന്തം ഒരു വീട് വെക്കുന്ന സ്നേഹത്തോടെയാണ് ശ്രീ സന്തോഷ് പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്ലാൻ വീണ്ടും തയ്യാറാക്കി ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുമ്പോൾ വീണ്ടും മാറ്റി തയ്യാറാക്കി ഏറെ ശ്രദ്ധയോടെ നമുക്ക് ഏറെ സന്തോഷം തരുന്ന രീതിയിൽ ഇത് പൂർത്തീകരിക്കുവാനായിട്ട് അദ്ദേഹം കാണിച്ച ക്ഷമയും കരുതലും ശ്രദ്ധയും പറഞ്ഞാൽ തീരാത്ത നന്ദിയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. കോളേജ് മാനേജ്മെന്റ് ബോർഡ് അംഗങ്ങളായ ബഹുമാനപ്പെട്ട ഫാദർ ഡൈസൺ, ഫാദർ സിൽവസ്റ്റർ കുരിശ്, ഫാദർ മെൽക്കോൺ, കൂടാതെ രൂപതയിലെ നമ്മുടെ മോൺസിഞ്ഞോർ വിൽഫ്രഡ്, മോൺസിഞ്ഞോർ ജെയിംസ് കുലാസ്, മോൺസിഞ്ഞോർ ജോർജ് പോൾ, പിന്നെ നമ്മുടെ ഇടവകളിൽ നിന്ന്, നമ്മുടെ ഫൊറോനയിൽ നിന്ന്, നമ്മുടെ രൂപതയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ധാരാളം അച്ഛന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫൊറോനകത്തും പുറത്തുമുള്ള സന്യസ്തരായ സിസ്റ്റേഴ്സ്, വൈദികർ, നമ്മുടെ അയൽപക്ക സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ നിരവധി പേർ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കോളേജിന് നിരന്തര ശക്തി പകരുന്നു. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മുടെ കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, വിരമിച്ച പ്രിൻസിപ്പൽമാർ, അധ്യാപക, അനധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, കോളേജിൻ്റെ അഭ്യുദയകാംക്ഷികൾ, സുഹൃത്തുക്കൾ, അയൽപക്കത്തുകാർ, നമ്മുടെ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലായ ഫാദർ സണ്ണി ജോസ്, ഫാദർ ജോസ് മാത്യു, അദ്ദേഹം പുതിയ മാനേജറും റെക്ടറും കൂടിയാണെന്ന് പ്രൊവിൻഷ്യൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇവരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. കോളേജിൻ്റെ സുഹൃത്തുക്കൾ, സമുദായ നേതൃത്വത്തിലുള്ളവർ എന്നിങ്ങനെ സ്നേഹിതരായ കോളേജിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പലരും ഇവിടെയുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പല ഈശോസഭാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജസ്യൂട്ട് ഇവിടെ സന്നിഹിതരാണ്. ഇവരിൽ പ്രത്യേകം എടുത്തു പറയേണ്ട വ്യക്തിയാണ് ഈ ഓഡിറ്റോറിയം പണിയുടെ പ്രാരംഭം മുതൽ തന്നെ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുൻ പ്രൊവിൻഷ്യൽ ഫാദർ ജോസഫ് കല്ലേപ്പള്ളി. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിലും സാന്നിധ്യത്തിലും പ്രോത്സാഹനത്തിലും ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഓഡിറ്റോറിയവുമായും നമ്മുടെ കോളേജുമായും നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും, കോളേജിൻ്റെ മുഴുവൻ സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷികളെയും, ആരെയെങ്കിലും ഞാൻ അശ്രദ്ധ മൂലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ ഓഡിറ്റോറിയം ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഫാദർ. ഈശോ സഭയ്ക്ക് തുമ്പ സെന്റ് സേവിയേഴ്സിനോടുള്ള അളവറ്റ കരുതൽ കൂടിയാണ് ഫാദർ ഐക്കര ഓഡിറ്റോറിയം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തറക്കല്ലിന്റെ ആശീർവാദ കർമ്മം മുതൽ ഓഡിറ്റോറിയം പ്രവർത്തന സജ്ജമാകുന്ന ഈ നിമിഷം വരെയുള്ള പ്രവർത്തനങ്ങളിൽ ആ കരുതൽ ദൃശ്യവുമാണ്. കോളേജിന്റെ വളർച്ചയിലും വികാസത്തിലും നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഈശോ സഭയുടെ കേരള പ്രൊവിൻഷ്യൽ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ ഗവേണിംഗ് ബോഡി പ്രസിഡന്റ് ആദരണീയനായ ഡോക്ടർ ഫാദർ EP മാത്യു SJ അധ്യക്ഷകർമ്മം നിർവഹിക്കുന്നതിനായി സ്നേഹബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാവേ, മോൺസിഞ്ഞോർ സി ജോസഫ് ചാൻസലർ, ആവശ്യമായ ഒരു കാലഘട്ടമാണിത്.
സെന്റ് സേവിയേഴ്സ് കോളേജിൻ്റെ വളർച്ചയിൽ അതിൻ്റെ മുൻപോട്ടുള്ള പുരോഗതിക്ക് മറ്റെല്ലാ കാര്യങ്ങളും പോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വളരെ ആവശ്യമാണല്ലോ. ഇത്രമാത്രം സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പണിതീർത്ത ഈ ഗോൾഡൻ ജൂബിലി ഹാൾ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. രണ്ടായിരത്തി 2014 സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച ഈ സംരംഭത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും വളരെ നന്ദിയോടെ ഓർക്കേണ്ട അവസരം കൂടിയാണിത്. വളരെ പ്രത്യേകമായി മിസ്റ്റർ ജേക്കി പുന്നോസ്, കൺവീനർ ഗോൾഡൻ ജൂബിലി ഓർഗനൈസിംഗ് കമ്മിറ്റി, ഫാദർ ദാസ് the പ്രിൻസിപ്പൽ, ഫാദർ പൈസ് ഡയറക്ടർ ആൻഡ് മാനേജർ, ഇവരെല്ലാവരെയും അഭിനന്ദിക്കുകയും അനുദിന കാര്യങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ക്രിയാത്മകമായി നേതൃത്വം നൽകിയവരെയും പ്രത്യേകം സ്മരിക്കുകയും വളരെ കൃതജ്ഞതയോടെ ഓർക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അക്കാഡമിക് തലത്തിലുള്ള പുരോഗതി. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട തലവും അതുതന്നെയാണല്ലോ. സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ വളർച്ചയിൽ നാഴികക്കല്ലായി തീർന്ന 2019 നാക് അക്രഡിറ്റേഷൻ എ ഗ്രേഡ് കരസ്ഥമാക്കിയത് പ്രത്യേകം നാം പ്രിൻസിപ്പൽ ഓർമ്മിപ്പിച്ചുവല്ലോ. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച എല്ലാവരെയും ക്രിയാത്മകമായി നേതൃത്വം നൽകിയ മാനേജ്മെന്റ്, പ്രിൻസിപ്പൽ, സ്റ്റാഫ്, സ്റ്റുഡൻസ്, മറ്റ് അസോസിയേറ്റഡ് ആൾക്കാർ, ഇവരെല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഓട്ടോണമസ് സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യുന്നു. യുവ തലമുറയെ സംബന്ധിച്ചിടത്തോളം കോളേജ് വിദ്യാഭ്യാസം പരമപ്രധാനമാണ്. ഇന്നത്തെ ഈ യുവത്വം പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടുന്നുവെന്ന് നമുക്കറിയാം. യൗവനം ഒരു വനം പോലെയാണ് എന്നാരോ സൂചിപ്പിച്ചു. അതായത് ഒരു കാട് കയറുന്ന കാലഘട്ടമാണ്. കാട് കയറിയാൽ പരിപ്രാജകനായിട്ട് തീരാം, കാട് കയറി നശിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ക്രിയാത്മകമായി വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ യുവാക്കളെ നമുക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കട്ടെ എന്നതായിരിക്കട്ടെ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാ കാര്യത്തിലും മുൻപോട്ടെടുക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണല്ലോ. അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ വർഷം 2021 വിശ്വസഭയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വർഷം കൂടിയാണ്. 1521 വിശുദ്ധ ഇഗ്നേഷ്യസ് പാമ്പലോണ യുദ്ധത്തിൽ മുറിവേൽക്കുന്നു. മാനസാന്തരത്തിന്റെ 500ാം വാർഷികം ഇഗ്നേഷ്യൻ ഇയറായി 2022 ജൂലൈ 31 വരെ ആഘോഷിക്കാനായിട്ട് വിശ്വസഭ, ലോകമെമ്പാടുമുള്ള വിശ്വസഭാംഗങ്ങൾ അതിനുള്ള കാര്യക്രമങ്ങൾ നടത്തി വരുന്നുമുണ്ട്. മുറിവുകൾ മാനസാന്തരത്തിനുള്ള വഴിയെ തുറന്നു വിട്ടു. അതാണ് ഇഗ്നേഷ്യസിന്റെ അനുഭവം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ ചേഞ്ചിന്, മാനസാന്തരത്തിന് നമുക്കെല്ലാവർക്കും സാധ്യമാകും. മാതാപിതാക്കളെ, നമ്മൾ ഈ ഹോള് ആശീർവദിച്ചിട്ടാണ് എല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചത്. ആ സമയം മുതൽ ഈ ഹോള് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. വളരെ മനോഹരമായിരിക്കുന്നു. ഞാനും ഇവിടെ വരുന്ന വഴിക്ക് ആലോചിച്ചത്, ഇവിടെ പലപ്പോഴായിട്ട് പല പരിപാടികൾക്ക് വരുമ്പോൾ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഞാൻ വൈസസിനോട് പോയി ചോദിച്ചു, ആ ഹോള് എന്ത് ചെയ്യുന്നു? അല്ല, ആ ഹോൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇത് തീർച്ചയായിട്ടും നമ്മുടെ കലാലയത്തിന് മാറി വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഒരു നല്ല ഓഡിറ്റോറിയം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്.
ഏതെങ്കിലും വിധത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയുമാണ്. ഞാൻ ഇവിടെ കയറി വരുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ഞാനവിടെ പോയിരുന്നിട്ട് പ്രൊവിൻഷ്യൽ അച്ഛനോട് ചോദിച്ചു, ഇവിടെ AC ഉണ്ടോ? കാരണം ഞാൻ സാധാരണ വിയർക്കുന്ന ആളാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ജനറലും ചാൻസലറും കൂടിയായ ബഹുമാന്യ മോൺസിഞ്ഞോർ ഡോക്ടർ C. ജോസഫിനെ ആദരവോടെ ക്ഷണിക്കുന്നു. Your Excellency, Bishop Christus, Very Reverend Father Matthew, the Provincial, Very Reverend Father Pius Vachaparambil, Manager, Reverend Dr. Rasapan, Principal, veteran old student of this institution, Dr. Jacob Venus, Very Reverend Monsignor James Kulas and E. Wilfred, Reverend Fathers, Reverend Sisters, respected professors, teaching staff, non-teaching staff, Reverend Sisters, and my dear friends and students. ഈ യോഗത്തിൽ ഞാൻ സംബന്ധിക്കുന്നത് ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ പറഞ്ഞതുപോലെ അതിരൂപത വികാരി ജനറൽ എന്നുള്ള ആ ഒരു കപ്പാസിറ്റിയിലല്ല ഞാനിവിടെ നിൽക്കുന്നതും ആഗ്രഹിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ആദ്യ സ്റ്റുഡൻ്റ് എന്നുള്ള ആ ഒരു നിലയിലാണ് രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ആദ്യകാല ചരിത്രം ഇവിടുത്തെ ഓഡിയൻസ് വേദിയിൽ ഞങ്ങൾ 6 പേരാണ്. പക്ഷേ ഇവിടെ ഞാൻ അന്ന് എണ്ണി നോക്കിയപ്പോൾ 180 പേരുണ്ട്. പക്ഷേ ഇന്നും ചിലപ്പോൾ അങ്ങേറ്റത്ത് വെളിയിലുള്ളവരെ ചിലപ്പോൾ കൂടാതിരിക്കാം. എണ്ണത്തിലല്ല കാര്യം. പക്ഷെ ഇവിടെ ഇരിക്കുന്നവർ വളരെ പ്രബുദ്ധരാണ്. ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നാണ്. അതുകൊണ്ടാണ് ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സെൻറ്റ് സേവിയേഴ്സ് കോളേജ് 1964 ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു അപാകതയുണ്ട്. കാരണം ഈ കോളേജ് ആരംഭിക്കുന്നത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് എന്നുള്ള പേരിലല്ല. കേരള യൂണിവേഴ്സിറ്റി PUC അവസാനിപ്പിച്ച് പ്രീ ഡിഗ്രി ആരംഭിച്ച ആ വർഷം 1964 നമുക്കിവിടെ ഒരു കോളേജ് ലഭിച്ചു. അതിൻ്റെ ചരിത്രം എനിക്ക് അല്പം കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് അഭിമന്യ സഹായമെത്രാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അല്പം ചുരുക്കിയും അതുകൊണ്ട് അദ്ദേഹം തന്ന 10 മിനിറ്റും എനിക്കുള്ള 10 മിനിറ്റും കൂടെ ചേർത്ത് ഒരു 20 മിനിറ്റ് ഞാൻ എടുത്തെന്ന് വരും. ഇടയ്ക്ക് നിർത്തണമെങ്കിൽ പ്രിൻസിപ്പളോ മാനേജറോ എന്നോട് തുണ്ട് തന്നാൽ മതിയാവും. ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം ഇത് എനിക്ക് ആഗ്രഹമുണ്ട്. ചില കാര്യങ്ങൾ എപ്പോഴും എല്ലാവരോടും പറയാൻ സാധിക്കുന്നതല്ല. ചരിത്ര പ്രസിദ്ധമായ വിദ്യാഭ്യാസ പ്രക്ഷോഭണം അത് പിന്നീട് അറിയപ്പെടുന്നത് വിമോചന സമരമെന്നാണ്. അതിൻ്റെ അവസാനം അടുത്തു വന്ന മന്ത്രിസഭയിൽ ശ്രീ പട്ടന്താടുള്ള മുഖ്യമന്ത്രി, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് ആധികാരികമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ സ്റ്റുഡൻറ് എന്നുള്ളത് അതിന് പുറമെ ഈ സ്ഥാപനത്തിൻ്റെ ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിലും എല്ലാം സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനം ഉണ്ടാകുന്നതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരനായി മാറിയ അഭിവന്യ ദിവംഗതനായ മനോഹരമായി ഈ ഓഡിറ്റോറിയം ഒരുക്കിയെടുക്കാൻ ഏറെ സൂക്ഷ്മതയോടെ പ്രവർത്തിച്ച ചീഫ് ആർക്കിടെക്ട് ശ്രീ സന്തോഷ് പോളിനെ സെന്റ് സേവിയേഴ്സിന്റെ ആദരമേറ്റുവാങ്ങാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പദ്ധതിയുടെ എഞ്ചിനീയറും മറ്റെല്ലാ സിവിൽ വർക്കുകളുടെയും കോൺട്രാക്ടറുമായി തുടക്കം മുതൽ അവസാനം വരെ സഹകരിച്ച
കോഴിക്കോട് താജ് അസോസിയേറ്റ്സിലെ എഞ്ചിനീയർ ശ്രീ ആന്റണി ജോസഫിനെ ആദരവേറ്റുവാങ്ങാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓഡിറ്റോറിയം പ്രവർത്തിച്ച മുഴുവൻ സമയ സൂപ്പർവൈസറും ഇന്റീരിയർ ഡിസൈനറുമായ നല്ല അയൽക്കാരൻ കൂടിയായ ശ്രീ ഐവാൻ ജി പെരേരയെ കോളേജിന്റെ ആദരവേറ്റുവാങ്ങാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.